ഈ നാട്ടിലുള്ള കുറച്ചു പേർ ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ കാശില്ലാത്തത് കൊണ്ട് ട്രെയിനിൽ ഒരു കയർ കെട്ടി പുറകിലൊരു വണ്ടി കണക്ട് ചെയ്ത് അതിൽ കയറുന്നു. പക്ഷെ ട്രെയിനിന്റെ വേഗതയിൽ അവർ അതിൽ നിന്ന് തെറിച്ചു വീഴുന്നു. എന്നാലും കാശ് സേവ് ചെയ്യുന്നതിനായി വീണ്ടും ഓടി വന്ന് അതിൽ കയറുന്നു. അതേസമയം ഒരു ചെറിയ തെറ്റ് ചെയ്ത് ജയിലിലായ അച്ഛനും മകനും ഒരാഴ്ചയിൽ പുറത്തിറങ്ങും. പക്ഷെ അവർ അതിനുള്ള ക്ഷമയില്ലാതെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുന്നു. ഇപ്പോൾ അവരുടെ കയ്യിലുള്ള ചെയിൻ കട്ട് ചെയ്യുന്നതിനായി ആ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്ന ട്രാക്കിൽ വന്ന് കിടക്കുന്നു. ആദ്യം മകൻ അറിയാതെ ട്രാക്കിൽ കിടക്കുന്നു. അതിനുശേഷം ജീവൻ രക്ഷിക്കുന്നതിനായി ബുദ്ധിപൂർവ്വം തന്റെ അച്ഛനെ ട്രാക്കിൽ കിടത്തി അവൻ സൈഡിൽ കിടക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞാണ് അച്ഛന് തന്നെ അത് മനസ്സിലാവുന്നത്. അവസാനം രണ്ടുപേരും സേഫ് ആവുന്ന രീതിയിൽ സൈഡിൽ കിടന്ന് ചെയിൻ മാത്രം ട്രാക്കിൽ വെച്ച് വെയിറ്റ് ചെയ്യുന്നു. കറക്റ്റായി ആ ട്രെയിൻ അവരുടെ അടുത്തെത്തുന്നു. ഇത് കണ്ട് ചെടികൾക്കിടയിൽ ഒളിച്ചിരുന്ന ഒരുത്തൻ വന്ന് അവരെ ട്രാക്കിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ പറയുന്നു. പക്ഷെ അവൻ പറയുന്നത് കേൾക്കാതെ കിടക്കുന്നു. അതുകൊണ്ട് അവരെ എണീപ്പിക്കുന്നതിനായി വേഗത്തിൽ ഓടി വരുന്നു. അതിനുള്ളിൽ ട്രെയിൻ വളരെ അടുത്തെത്തുന്നു. അപ്പോൾ ഇവൻ ഇതല്ലാതെ വേറെ ചാൻസ് കിട്ടില്ലെന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്നു. എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കുമ്പോൾ അവൻ ട്രാക്കിൽ ബോംബ് വെച്ചിരിക്കുന്നു. ട്രെയിൻ വന്നതും ബട്ടൺ അമർത്തുന്നു. അടുത്ത നിമിഷം തന്നെ ബോംബ് പൊട്ടുന്നു. ഇത് കണ്ട ലോക്കോ പൈലറ്റ് ബ്രേക്ക് ചെയ്ത് ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യുന്നു. പെട്ടെന്ന് ബ്രേക്ക് ചെയ്തത് കൊണ്ട് പാസഞ്ചേഴ്സ് ബാലൻസ് ഇല്ലാതെ താഴെ വീഴുന്നു. ട്രെയിനിന്റെ പുറകിൽ വണ്ടിയിൽ വന്നവർക്കും അപകടം പറ്റുന്നു. പക്ഷെ തമാശ എന്താണെന്ന് വെച്ചാൽ ആ ബോംബ് വെച്ചവൻ രക്ഷപ്പെടുന്നു. ട്രാക്കിൽ ചെയിന് കട്ട് ചെയ്യാൻ കിടന്ന അച്ഛനും മകനും അറസ്റ്റിലാവുന്നു. ഇപ്പോൾ ചെയ്യാത്ത തെറ്റിന് അടുത്ത 5 വർഷത്തേക്ക് ജയിലിലാവുന്നു.